ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ശരീരം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ അനേക തരത്തിൽ വചനപ്രകാരം സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാൽ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇന്ന് ഉദിച്ചു വന്നിരിക്കുന്ന ഒരു ചോദ്യം, വചനം മാംസമായി തീർന്നു എന്ന് സ്പഷ്ടമായിട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു. വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം മാംസമായി തീർന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ദൈവമായിരുന്ന വചനം, ദൈവത്തോടു കൂടെയായിരുന്ന വചനം, മാംസമായി തീർന്ന വചനം. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു, സംസാരിപ്പാനിടയായി തീർന്നു. ഒരു മനുഷ്യൻ താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി, അതിനെക്കുറിച്ച് ഹൃദയത്തിൽ ചിന്തിക്കുന്നു, അത് സംസാരിക്കുന്നു, അത് പ്രവർത്തിച്ച് പ്രാവർത്തികമാക്കി ഭൂമിയിൽ അതിനെ ഉണ്ടാക്കുന്നു. ഈ ഉണ്ടാക്കപ്പെട്ടതും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനുഷ്യൻ ഹൃദയത്തിൽ തീരുമാനിച്ചത്, ആഗ്രഹിച്ചത് നിവർത്തിച്ചു. ആഗ്രഹിച്ചതല്ല മനുഷ്യൻ, ആഗ്രഹമല്ല മനുഷ്യൻ. മനുഷ്യനോടുകൂടി ആഗ്രഹം വന്നുചേർന്നതാണ്. ആഗ്രഹിച്ചത് സംസാരിച്ചു. സംസാരമല്ല മനുഷ്യൻ ആഗ്രഹിച്ചത് സംസാരിച്ചതാണ്. സംസാരിച്ചത് പ്രവർത്തിച്ചു. അത് സൃഷ്ടിയാക്കി തീർത്തു, ഒരു പ്രവൃത്തിയാക്കി തീർത്തു. ആ പ്രവൃത്തിയല്ല മനുഷ്യൻ, ആ ഉണ്ടാക്കപ്പെട്ട രൂപമല്ല മനുഷ്യൻ. മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ട രൂപവുമല്ല. ഇത് നമ്മൾ ആദ്യമേ തന്നെ കഴിഞ്ഞ ഭാഗത്ത് ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് വീണ്ടും അതിനെക്കുറിച്ച് സംശയം ഉന്നയിച്ചിരിക്കുക. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനിടയായി തീർന്നു. 1 ആദ്യ ഭാഗം, 2 വിത്ത്, 3 വേര്. ഈ ലോകത്തിൽ ദൈവം 6 ദിവസ സൃഷ്ടിയിൽ ദൈവം കൊടുത്തിരിക്കുന്ന 3 പ്രവർത്തനങ്ങളാണ്. വേര്, ചില വൃക്ഷങ്ങളുടെ വേര് പറിച്ചു കൊണ്ടുപോയി നട്ടാൽ മതി, അതിൽ നിന്ന് ആ വൃക്ഷം വന്നുകൊണ്ടിരിക്കും. 2 വൃക്ഷങ്ങളുടെ വേര് ഏകദേശം സാമ്യമുള്ള 2 വേരെടുത്താൽ അത് കൊണ്ടുപോയി എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ ആ കുഴിച്ചിട്ട വേരുകളിൽ നിന്നും മുളച്ചു വരുന്നത് അതാത് തടിയുടെ സ്വഭാവമായിരിക്കും. ഉദാഹരണമായിട്ട് കാഞ്ഞിരത്തിൻ്റെ വേര് കൊണ്ട് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് മുളച്ചു വരുന്നത് കാഞ്ഞിരത്തിൻ്റെ തടിയായിരിക്കും, ഫലം കാഞ്ഞിരവുമായിരിക്കും. അതേസമയത്ത് മറ്റേതെങ്കിലും ഫലവൃക്ഷത്തിൻ്റെ വേര് കൊണ്ട് കുഴിച്ചിട്ടാൽ ആ വേരിൽ നിന്ന് മുളച്ചു വരുന്നത് ആ വൃക്ഷത്തിൻ്റെ തടിയും അതിൻ്റെ ഫലവുമായിരിക്കും. അപ്പോൾ വേര് അങ്ങനെ. രണ്ടാമത്തെ ഭാഗം, ഒരു വൃക്ഷം വെട്ടിയിട്ടാൽ വീണ്ടും കിളിർക്കും. അനേക വൃക്ഷങ്ങളും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കപ്പ എന്ന് പറയുന്നത് അത് വേരിട്ടല്ല പിടിപ്പിക്കുന്നത്, വിത്തിട്ടല്ല മുളപ്പിക്കുന്നത്. ആ കപ്പയുടെ തണ്ട് തന്നെ എടുത്ത് കട്ട് ചെയ്ത് കഷ്ണിച്ച് ചെറിയ ഏകദേശം അരയടി നീളമുള്ള കമ്പാക്കിയതിന് ശേഷം അത് കൊണ്ടുപോയി കുഴിച്ചിട്ട് നനച്ചാൽ മതി, അതിൽ നിന്ന് മുളച്ചു വന്നോളൂ. ഇതാണ് ആദ്യ ഭാഗം. അതായത് ഈ കപ്പയുടെ തണ്ടിൽ നിന്ന് മുളച്ചു വരുന്നത് അതേ വൃക്ഷത്തിൻ്റെ ഫലവും അതേ വൃക്ഷത്തിൻ്റെ സ്വഭാവവും അതേ വൃക്ഷത്തിൻ്റെ ഫലവുമായിരിക്കും. മൂന്നാമത്തതാണ് വിത്ത്. ഒരു വിത്ത് ഒരല്പമേ കാണൂ. നാം കാണുന്ന വൃക്ഷത്തിൻ്റെ യാതൊരു തരത്തിലുള്ള രൂപമോ അതെന്താണെന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ സാധിച്ചില്ലെന്നിരിക്കാം. നമ്മൾ കാണുന്നത് കടുകിൻ്റെ വിത്ത്, പ്ലാവിൻ്റെ വിത്ത്, ജീരകത്തിൻ്റെ വിത്ത്, ചീരയുടെ വിത്ത്,
ഇതെല്ലാം കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകും, ഇല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്നും ഇരിക്കാം. ഇതെല്ലാം കൊണ്ടുപോയിട്ടാലും ഏത് കൊണ്ടുപോയിട്ടാലും ഈ വിത്ത് ഏത് വൃക്ഷത്തിൻ്റെ ആകുന്നുവോ അതേ തടിയും സ്വഭാവവും ഫലവും തന്നെയായിരിക്കും അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്: ആദ്യഫലം, വിത്ത്, ആദ്യഫലം, വേര്, വിത്ത്. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നതിന് ഒരു മനുഷ്യൻ ഏത് നിലയിലായിരുന്നാലും അവൻ എത്ര നീതിമാനായിട്ട് ജീവിച്ചാലും അവന് ജനിക്കുന്ന സന്തതി നീതിമാനായിക്കൊള്ളണമെന്നില്ല, നല്ലവനായിക്കൊള്ളണമെന്നില്ല. കാരണം അവൻ പാപിയാണ്. അവനിൽ നിന്ന് വരുന്ന ജീവൻ, അതാണ് വിത്ത്. അവനിൽ നിന്ന് വരുന്ന ബീജം, അത് പാപമാണ്. അതിൽ പാപമുണ്ട്. അതുകൊണ്ട് അവൻ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും ഏത് നിലയിൽ അവൻ ലോകത്ത് നിന്ന് പിണ്ടത്തെ സ്വീകരിച്ചാലും അതിൽ നിന്ന് മുളച്ചു വരുന്നത് മനുഷ്യൻ തന്നെയായിരിക്കും, പക്ഷേ പാപിയായിരിക്കും. കാരണം വിത്തിൽ പാപം കിടക്കുന്നു, വേരിൽ പാപം കിടക്കുന്നു, ആദ്യ ഭാഗത്ത് പാപം കിടക്കുന്നു. അത് ഈ ലോകത്തിൽ ദൈവം വെച്ചിട്ടുള്ള നിയമമാണ്. ആ നിയമം അനുസരിച്ച് മനുഷ്യൻ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്നാണ് അവനിൽ നിന്ന് വിത്ത് പുറപ്പെടുന്നത്, ജീവൻ പുറപ്പെടുന്നത്. അതുകൊണ്ട് ജനിക്കുന്നതും പിന്നെ ജീവിക്കുന്നതുമായ പ്രാപിക്കുന്നതുമായ ഏത് ഭക്ഷണമായിരുന്നാലും എന്തായിരുന്നാലും ആ പ്രാപിക്കുന്ന ശരീരം പാപമായിരിക്കും. ഇങ്ങനെ പാപമായിരിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ദൂതന്മാർ കഴിക്കുന്ന ഭക്ഷണമാണ് ഇസ്രായേലിന് കൊടുത്തത്. സ്വർഗത്തിൽ നിന്ന് ദൈവം മന്ന പൊഴിച്ചു കൊടുത്തപ്പോൾ അത് ദൂതന്മാരുടെ ഭക്ഷണം, സ്വർഗീയന്മാരുടെ ഭക്ഷണമാണ്, ശക്തന്മാരുടെ ഭക്ഷണമാണ്. ആ ഭക്ഷണം ഈ ലോകത്തിൽ പെട്ട ഭക്ഷണമല്ല. ഈ മനുഷ്യൻ, നമ്മൾ ലോകത്തിൽ പഠിക്കുമ്പോൾ 5 മൂലകങ്ങളിൽ ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം, ഇതാണ് 5 മൂലകങ്ങൾ. ഈ 5 മൂലകങ്ങൾ ഭൂമിയിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല. അത് സ്വർഗത്തിൽ നിന്ന് ദൈവം പൊഴിച്ചതാണ്. അത് കഴിച്ച മനുഷ്യർ, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്, മരുഭൂമിയിൽ മന്ന തിന്നിട്ടും അവർ സ്വർഗീയന്മാരുടെ അപ്പം കഴിച്ചിട്ടും അവർ മരിച്ചു. കാരണം ആ മന്ന അല്ലാതെ വേറൊന്നുമില്ല അവർക്ക്. വേറെന്താ ഉള്ളത്? അധിക ദിവസവും ഇടയ്ക്ക് കർത്താവ് ഭക്ഷണം, ഇറച്ചിയും മറ്റ് ഭക്ഷണങ്ങളും കൊടുത്തെങ്കിലും അധിക ദിവസവും ഇവരുടെ ശരീരം നിലനിന്നത് മന്ന ഭക്ഷിച്ചാണ്. ഈ മന്നയാകട്ടെ സ്വർഗീയന്മാരുടെ ഭക്ഷണമാണ്. സ്വർഗീയന്മാർ ഏതായാലും പാപത്തിൻ്റെ ഭക്ഷണം കഴിക്കില്ല. പാപത്തിൻ്റെ ഭക്ഷണം സ്വർഗീയന്മാർ കഴിക്കില്ല. അപ്പോൾ പാപമില്ലാത്തൊരു വസ്തു ഇവിടെ വന്ന് ഇവർക്ക് പൊഴിച്ചു കൊടുത്തു. പക്ഷെ ഇവർ കഴിച്ചിട്ട് ഇവരുടെ ശരീരം പാപജടം തന്നെയായി തീർന്നു. അതിന് വചനം പറയുന്നത് അവർ നിലത്തിന് വളമായി തീർന്നു. മരുഭൂമിയിൽ അവർ പെട്ടുപോയി. അപ്പോൾ അവർ മന്ന കഴിച്ചതല്ലേ, ആ മന്നയുടെ ഭാഗം അവിടെ പോയി. അപ്പോൾ സ്വർഗീയ ഭോജനമായിട്ട് പോലും അവരുടെ ശരീരത്തിൽ ആദ്യ ഭാഗം അശുദ്ധമായതുകൊണ്ട്, പാപമായതുകൊണ്ട് വന്ന ശരീരവും പാപമായി തീർന്നു. അപ്പോൾ അവിടെ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ഒരു തരത്തിലും മനുഷ്യൻ്റെ വേര്, ആദ്യഭാഗം, ജീവൻ, വിത്ത് ഇവ നന്നായില്ലെങ്കിൽ, ഇത് ശരിയായിരുന്നില്ലെങ്കിൽ എന്ത് കഴിച്ചിട്ടും ഒരു പ്രയോജനമില്ല. അതേ നിലയിൽ തന്നെ നമുക്ക് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു മറിയ എന്ന കന്യകയിൽ ജാതനായി, ജീവൻ വന്നു. ആ ജീവൻ വന്നതിന് ശേഷം
മറിയയുടെ ശരീരത്തിൽ നിന്നാണ് ആദ്യ ഭാഗം എടുത്തത്. സ്വർഗീയ അപ്പം കഴിച്ചില്ല. യേശുവിന് മന്ന കൊടുത്തതായിട്ട് എഴുതിയിട്ടില്ല. യേശു മന്ന കഴിച്ചതായിട്ട് എഴുതിയിട്ടുമില്ല. ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരെ പോലെ, തൻ്റെ കുടുംബം ഭക്ഷിച്ചതുപോലെ, സാധാരണക്കാരെ ഭക്ഷിക്കുന്നത് പോലെ മാത്രമേ യേശു ഭക്ഷിച്ചിട്ടുള്ളൂ. വേറെ അല്ലാതെ ഒന്നും യേശു ഭക്ഷിച്ചിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് വിശുദ്ധമായി തീർന്നു. അത് ഹോളിയാണ്. തൻ്റെ പരിശുദ്ധനെന്നാണ്. തൻ്റെ പരിശുദ്ധനെ ദൈവത്വം കാണാൻ സമ്മതിച്ചില്ല. മാത്രമല്ല സഭയോട് പറയുന്നു, നിങ്ങൾ മരണകരമായത് എന്തു കുടിച്ചാലും നിങ്ങൾക്ക് ദോഷം വരില്ല. അതായത് ക്രിസ്തു യേശുവിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ആദ്യ ഭാഗം ക്രിസ്തുവാണ്. നാമം വിത്താണ്. വിശുദ്ധമാണ് അവൻ്റെ പേര്. ദാവീദിൻ്റെ പേരായ ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം. അതുകൊണ്ട് അവർ മരണകരമായതൊരു കുടിച്ചാലും, ഓർക്കേണ്ടത്, നമ്മൾ പഴയ നിയമമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗീയന്മാരുടെ അപ്പം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്തത് കഴിച്ചിട്ടും അവരുടെ പാപശരീരമായി തീർന്നും അവർ മരിച്ച് മണ്ണിനോട് ചേർന്നു. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വർഗീയ ഭോജനമൊന്നും കഴിക്കണ്ട, ഈ ലോകത്തിലെ ഭക്ഷണം തന്നെ കഴിച്ചു. ഈ ലോകത്തിലെ ഭക്ഷണം തന്നെ കഴിച്ചു. പക്ഷെ മരണകരമായതൊന്നും എന്ത് കുടിച്ചാലും നിങ്ങൾക്ക് ദോഷം വരില്ല. അതായത് മരണകരമായതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പൊട്ടാസ്യം സയനൈഡ് എന്ന് ഓർമ്മ വരും. പൊട്ടാസ്യം സയനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് രുചിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പേ മരിക്കുമെന്നാണ് വചനം പറയുന്നത്, എന്ന് ലോകം പറയുന്നത്. അപ്പോൾ അത് കഴിച്ചാൽ പോലും ഒരു ദോഷം വരില്ലെന്നാണ് നമുക്ക് വചനത്തിൻ്റെ വാഗ്ദാനം. അപ്പോൾ ഈ വിഷം എന്തായിത്തീരും? നമ്മളറിയാതെ, പരീക്ഷിക്കാൻ പാടില്ല, നമ്മളറിയാതെ ശത്രു നമുക്ക് വിഷം തന്ന് നമ്മൾ വിഷം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷവും നമുക്ക് വരില്ലെന്ന പ്രമാണം. ഇതെവിടെ? ഈ വിഷം എങ്ങനെ നമുക്ക് ദോഷം വരാതെ നല്ലതായിട്ട് തീരും? അതേ ക്രിയ തന്നെ. യേശു മറിയയുടെ പാപജടമാണ്. ആദാമ്യ സന്തതി ആയതുകൊണ്ട് മറിയയുടെ ശരീരം പാപജടമാണ്. അവിടെ നിന്നാണ് ഭക്ഷണം സ്വീകരിച്ചത്. അവിടെ നിന്നാണ് ആദ്യ ഭാഗം സ്വീകരിച്ചത്. മാത്രമല്ല, ലോകത്തിൽ ജനിച്ചതിന് ശേഷം ഈ ശരീരത്തെ വളർത്താനും നിലനിൽക്കാനും ഈ ലോകത്തിലെ മുഴു ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തു നിന്നാണ് ഭക്ഷണം സ്വീകരിച്ചത്. പക്ഷേ മറിയയുടെ ശരീരത്തിലുള്ള പാപമോ ലോകത്തിൻ്റെ കിടക്കുന്ന ദുഷ്ടൻ്റെ സ്വാധീനമോ യേശുവിലേക്ക് വന്നില്ല. കാരണം എന്ത്? ആദ്യ ഭാഗം വേര്, വിത്ത്. ഇത് ദൈവത്തിൻ്റേതാണ്. യേശുവിൽ ദൈവത്തിൻ്റേതാണ്. അതിലേക്ക് എന്ത് കുടിച്ചാലും, ഏത് പൊട്ടാസ്യം സയനൈഡ് യേശു കുടിച്ചാലും അത് വിത്തിൽ കൂടി കടന്നു വരുമ്പോൾ, വേരിൽ കൂടി കടന്നു വരുമ്പോൾ, ആദ്യ ഭാഗത്തിൽ കടന്നു വരുമ്പോൾ അത് വിശുദ്ധമായിത്തീരും. അത് നമ്മൾ ഗ്രഹിക്കുമ്പോഴേ നമുക്കിതിൻ്റെ സംശയത്തിൻ്റെ നിവാരണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവൻ അങ്ങനെ തന്നെ. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. ഇവരെല്ലാവർക്കും അതിശയിച്ച് നിൽക്കുക. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ രക്തമില്ലെന്ന് ഓർക്കണം. ശരീരത്തിൽ രക്തമില്ല. ആ ശരീരത്തെ ജീവിപ്പിക്കുന്നത് മഹത്വത്തിൻ്റെ ആത്മാവാണ്, ഗ്ലോറിയുടെ ആത്മാവ്, തേജസ്കരിക്കപ്പെട്ട ആത്മാവാണ്, തേജസ്സിൻ്റെ ആത്മാവാണ്. ഈ സമയത്ത് ഒരു കഷ്ണം വറുത്ത മീനും തേൻ കട്ടയും കൊടുത്തു. നമുക്ക് തേനിൻ്റെ അട കണ്ടിട്ടുണ്ട്. ഈ തേനിൻ്റെ അടയും വറുത്ത മീനും കൂടെ കൊടുത്തു. ഇവർ നോക്കി നിൽക്കെ ഇത് രണ്ടും യേശു തിന്നു. ഈ ദുഷ്ടൻ്റെ അധീനത കിടക്കുന്ന ഈ പാപത്തിൽ നിന്ന് അതിൻ്റെ അധികം കിടക്കുന്ന ആ തേനും വറുത്ത മീനും ഇവർ കാണുക തിന്നു. ഇത് രണ്ടും എങ്ങോട്ട് പോയി? ഇത് രണ്ടും എവിടെ ചെന്നു? അവൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ നിന്നാണ് ഈ ഭക്ഷണം അകത്തേക്ക് വന്നത്. ഇത് രണ്ടും ഒരുമിച്ച് ചേരുമോ? ചേരും. കാരണം വിത്ത്, വേര്, ആദ്യഭാഗം എന്നിവ യേശുവിൻ്റെ പരിശുദ്ധമാണ്. അതുകൊണ്ട് അതിലേക്ക് ഏത് കടന്നു വന്നാലും അതിനെ അശുദ്ധിയാക്കുന്നില്ല, യാതൊരു തരത്തിലും അശുദ്ധിയാക്കുന്നില്ല. അത് ആദ്യ ഭാഗം വിശുദ്ധമായതുകൊണ്ട് അതിനോട് ചേരും. ഒരു
കാഞ്ഞിരത്തിൻ്റെ കുരു കൊണ്ടുപോയിട്ടതിന് ശേഷം അതിന് ദിവസവും ശർക്കരയാണ് വളമിടുന്നത്, പഞ്ചസാരയും ശർക്കരയാണ് വളമിടുന്നത്. ഈ ഫലത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ? കയ്പ്പ് കുറയുമോ? കയ്പ്പ് മാറണ്ട, കുറയുമോ? കുറയില്ല. ഈ പഞ്ചസാര പോലും ഈ ശർക്കര പോലും വളമായിട്ട് വലിച്ചെടുക്കുന്നുവെങ്കിൽ അത് കയ്പായിട്ട് വരണമെങ്കിൽ. ഇതാണ് ആദ്യ ഭാഗത്തിൻ്റെ പ്രത്യേകത, തടിയുടെ പ്രത്യേകത. അത് ഓർക്കുക. ജീവൻ, ആദ്യ ഭാഗം, വേര്, വിത്ത് ഇവ വിശുദ്ധമാകുന്നുവെങ്കിൽ പ്രാപിക്കുന്നതും വിശുദ്ധമായിത്തീരും. ഇത് നാലും അശുദ്ധമെങ്കിൽ സ്വർഗീയ ഭോജനമാണ് കഴിച്ചതെങ്കിലും അത് വിഷമായിത്തീരും. യോബിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് കുടലിൽ പരിണമിച്ച് സർപ്പവിഷമായിത്തീരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.